ഈ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് 1 മാസം പിന്നിട്ടു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്. പിണറായിയുടെ പെർഫോമൻസ് ഇത്രയും നാളുകൊണ്ട് വിലയിരുത്താൻ പറ്റുമോ? 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയായെന്ന് എഴുതിക്കൊള്ളേ, ഇത് ഭയങ്കര ദയനീയമാണ്. സതീശൻ ഇട്ടിട്ട് ചെണ്ട പൊട്ടിക്കൊണ്ടിരിക്കുക. അത് സലീം കുമാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സതീശൻ പണ്ട് പിണറായിനെ ഡിബേറ്റിന് വെല്ലുവിളിച്ചു, ഇലക്ഷൻ പ്രചാരണത്തിനിടെ. സലീം കുമാർ അണ്ണാ ആ വഴി പോയേക്കരുത്, പാണ്ടിലോ തവള പോലായി പോകും. അത് ശരിയാണ്. സതീശൻ ഏത് സീസണിലും ഓടിക്കാൻ പറ്റിയൊരു വാഹനമാണ്. സതീശൻ പിന്നെ നെഗറ്റീവ് സാഹചര്യങ്ങൾ വന്നത് പോസിറ്റീവ് ആക്കിയ ഒരാളാണ്. ഇദ്ദേഹം ആരക്കോ വിരിച്ചൊരു പാതയിൽ കൂടെ വണ്ടി ഓടിച്ചു പോയ ഒരാളാണ്. പിന്നെ അത് സക്സസ് ആക്കി നിലനിർത്താനുള്ള ഒരു ചൊപ്പടി വിദ്യ ഉണ്ട്. ഈ കരുണാകരൻ എന്ന് വെച്ചാൽ സതീശനും പിണറായും കൂടി കൂടിയതായിരുന്നു. ഇതിൽ കരുണാകരൻ്റെ കുറേ സാധനങ്ങൾ പിണറായിക്കുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ നോക്കുക, പിന്നെ രാഷ്ട്രീയത്തിൽ ഒരു എത്തിക്സും ഇല്ലാതിരിക്കുക. കരുണാകരന് കുറച്ചുകൂടി എത്തിക്സ് ഉണ്ടായിരുന്നു. കരുണാകരൻ പോലീസ് ഓഫീസർമാരൊക്കെ കുറച്ച് കഴിവുള്ള ആളുകളാണ് പ്രധാനപ്പെട്ട പോസ്റ്റ് നിയമിച്ചത്. ഏറ്റവും കഴിവുകളില്ലാത്ത ആളുകൾ തെരഞ്ഞു പിടിച്ച് നിയമിക്കുന്നത്. വിജയനെ പോലുള്ള ആളുകളൊക്കെ പുറത്ത് നിൽക്കുകയായിരുന്നു. അതുപോലെ അശോകനെ പോലുള്ള ആളുകൾ. അശോകൻ ഇപ്പോഴും വേറെ കാര്യമുണ്ട്. നിങ്ങൾ വിചാരിച്ചെന്താ ഈ ഗവൺമെൻറ് വന്ന അശോകന് നല്ല അപ്പോയിൻമെൻറ്റ് കിട്ടുമോ? അശോകന് കിട്ടിയ ഏതോ ഒരു പുന്നക്ക വികസന ഓപ്പറേഷനാണ് ഇപ്പോഴും. ഇതുവരെ നല്ല അപ്പോയിൻമെൻറ്റ് വന്നിട്ടില്ല. അത് വേറെ ഒരു വാസ്തവമാണ്. അപ്പം സസ്പെൻഷൻ നീക്കിയതുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് അന്വേഷിക്കണം. ഏതായാലും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഭയങ്കര മോശം പെർഫോമൻസ്. കാരണം കഴിഞ്ഞ ദിവസം ഈ ചളി പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഷർട്ടിലുള്ള ചോരയൊക്കെ ആയിട്ട് വന്നിരുന്നല്ലോ, അന്നത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതുപോലെയാണ് കഴിഞ്ഞ ദിവസം വെള്ളവും കൊണ്ട് വന്നത്. വെള്ളം കൊണ്ട് ഭയങ്കര അപഹാസ്യമായി പോയി. കാരണം ഒന്ന്, ഇദ്ദേഹം ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന സമയത്ത് KSUക്കാരോട് ഇതിലും ഭീകരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അതിഭീകരമായിട്ടല്ലേ വെറുതെ കൊടി കാണിച്ചെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ തല്ലി ഒതുക്കിയത്. മാങ്കൂട്ടത്തിലും കിട്ടിയില്ല. മാങ്കൂട്ടത്തിൻ്റെ വേറെ അങ്ങോട്ട് പിന്നെ വർത്താനം കേട്ടാലും തല്ലിപ്പോവും. കയ്യിലിപ്പല്ല, അവൻ്റെ വർത്താനത്തിനൊരു പ്രശ്നമുണ്ട്. ബാക്കിയൊക്കെ പയ്യന്മാരല്ലേ, അത് അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ കേസുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അല്ല, അതുകൊണ്ട് ഒരാൾക്ക് ഗുണം ഉണ്ടായില്ലേ? MLA ആയില്ലേ? രക്ഷാപ്രവർത്തനം. AD തോമസ് MLA. അപ്പം പക്ഷെ അത് നോക്കൂ, അതിൽ ഈ ഗവൺമെന്റ് എത്രത്തോളം സിൻസിയറിറ്റി കാണിച്ചിട്ടുണ്ട്. LDF ഗവൺമെന്റ് നിയമിച്ച PP പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കേസ് വാദിച്ചത്. ആ പോലീസുകാരെല്ലാം ഇപ്പം ഫ്രീ ആയിട്ട് നടക്കല്ലേ. നമുക്ക് ഇത്തരം ഒരു കേസ് ശിക്ഷിക്കപ്പെടേണ്ടത് ഈ പോലീസ് ഓരോരുത്തരും ഭരിക്കുന്ന എക്സജീസ് കാണിക്കാതിരിക്കാൻ നല്ലതാണ്, ഒരു ഗുണപാഠമാണ്. അതുണ്ടാവേണ്ടതായിരുന്നു ഈ കേസിൽ. അതുണ്ടായില്ല. കാരണം പോലീസുകാർ അറസ്റ്റ് ചെയ്ത 2 ആളുകൾ എന്തിനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഗാർഡ്സ് കയറി അടിക്കുന്നത്? അതുകൊണ്ട് മുഖ്യമന്ത്രി സേഫായി പോവുകയും ചെയ്യും. പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ അത് മുഖ്യമന്ത്രി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ സന്തോഷമാണ്. ഈ വയലൻസ് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അത് സത്യമാണ്. വയലൻസ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം അടുത്ത കാലത്തല്ലേ ഒതുങ്ങിയാൽ ഇടക്കിടക്ക് പഴയ വിജയങ്ങളെ പുറത്തു വരുന്നു. അപ്പോൾ നിയമസഭയിലെ പെർഫോമൻസ് ഭയങ്കര മോശമാണ്. പിന്നെ അതേ സ്ഥിരം കമ്മ്യൂണിസ്റ്റുകാർ ഒരു കളി കളിച്ചു. സതീശൻ പ്രസംഗിക്കുന്നതിനിടെ പറഞ്ഞു യു ഹാവ് നോ റൈറ്റ്. എന്നാൽ ഈ സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇടപെടാനുള്ള റൈറ്റ് ഇല്ല എന്നാണ്. അല്ലാതെ നിങ്ങൾക്കൊരു റൈറ്റും ഇല്ലെന്ന് പറഞ്ഞാൽ സതീശൻ എന്താ ഭ്രാന്തുണ്ടോ? സതീശൻ അങ്ങനെ പറയുന്ന ആളല്ല. ഇദ്ദേഹം ചിലപ്പം പറഞ്ഞു തരും, അല്ല ഉള്ളിലെങ്കിലും വിചാരിക്കുക. സതീശൻ അങ്ങനെ ജനാധിപത്യവാദിയാണ്. സതീശൻ നല്ല ഡിബേറ്ററുമാണ്. ഡിബേറ്റിംഗ് കോൺവെർസേഷനിലൂടെയൊക്കെ കയറി വന്നിട്ടുള്ള ആളാണ്. അത് സതീശൻ ഒരിക്കലും പറയില്ല. അതിൽ പിടിച്ച് കയറിയിട്ട് അവകാശ ലംഘനം നടത്തി യു ഹാവ് നോ റൈറ്റ് എന്ന് ഇതെന്താ ഫാസിസമാണോ ചിത്രീകരിക്കുന്നത്? അതും പൊളിഞ്ഞു. അതപ്പം തനി തിരുവഞ്ചൂരായി. തിരുവഞ്ചൂര് നമ്മൾ വിചാരിക്കുന്ന ആളല്ല. പുതിയ തലമുറയ്ക്ക് തിരുവഞ്ചൂരിന് അറിയില്ലാണുള്ളൂ. പഴയ തിരുവഞ്ചൂര് എന്ന് വെച്ചാൽ പിണറായിനെക്കാട്ടും കൂടിയൊരു ഐറ്റമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചിരിച്ച് ഈ പറയുന്ന കരിക്ക് എന്നൊക്കെ പറഞ്ഞ് നടക്കുമെന്നല്ലാതെ തിരുവഞ്ചൂര് ഒരു സംഭവമാണ്. അപ്പം തിരുവഞ്ചൂര് ഇടപെട്ടു. അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ വെള്ളം ഇതിലും വലുതൊക്കെ നമ്മൾ സഹിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ശരിക്കും സ്പീക്കർ പറയേണ്ടതല്ല, തിരുവഞ്ചൂർ പറഞ്ഞു. കാരണം LDF ഒരിക്കും എപ്പോഴും സ്പീക്കർ രാഷ്ട്രീയം കളിക്കും. കോൺഗ്രസിൻ്റെ സ്പീക്കർമാർ പൊതുവെ രാഷ്ട്രീയം കളിക്കാറില്ലായിരുന്നു. ഇപ്പം തിരുവഞ്ചൂര് കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, തിരുവഞ്ചൂര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം അതല്ല പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതല്ല പറഞ്ഞതെന്ന് പറയണ്ടേ? അതല്ല പറഞ്ഞത്. സതീശൻ എന്ത് പറയുന്നതെന്ന് തുടങ്ങിയാൽ ഇവന്മാരങ്ങ് തുടങ്ങും. മുമ്പ് സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അങ്ങനെ സതീശനെ സംസാരിക്കാൻ സമ്മതിക്കില്ല. കാരണം ഇവർക്ക് ഡിബേറ്റുകൾ പേടിയാണ്. ആകപ്പാട് ഡിബേറ്റുകൾ കേട്ടിരിക്കുന്ന സ്ഥലം JNUവിലാണ്. അത് അവർ ഡോമിനേറ്റ് ചെയ്ത സമയത്ത്. ഇപ്പം അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെയും പറ്റുന്നില്ല. എങ്കിൽ പക്ഷെ തല്ലെടുത്ത് RSS തല്ലി ഒതുക്കും. അതുകൊണ്ട് അത് നടക്കില്ല. ബാക്കി എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് ഇവർക്ക് ഡിബേറ്റുകൾ പേടിയാണ്.
അതാണ് പ്രശ്നം. അപ്പോൾ അല്ല, പിണറായി ദയനീയമാകുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ദോഷമല്ലേ? പാർട്ടിക്ക് ഗുണമാണ്. പാർട്ടിക്ക് ഇപ്പം പിണറായി ഒരു ബാധ്യതയാണ്. ബാധ്യതയാണ് അല്ല, ബാധ്യതയാണ് പിണറായി. ആ കാരണം എന്ന് വെച്ചാൽ മുമ്പൊക്കെ ഈ രീതി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആളുകൾ ബഹുമാനിക്കുന്നത് അവരുടെ കൈകൾ ശുദ്ധമായിരുന്നു. അവർക്കെതിരെ അഴിമതി ആരോപണം, സ്വജനപക്ഷപാതം അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവർ പറയുമ്പോൾ ആളുകൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയായിരുന്നു. അതിലൊരു ധാർമ്മികത തന്നെ ചെയ്യും. അപ്പം അതില്ല അവർക്ക്. അങ്ങനെ ധാർമ്മികത ഇല്ലാതാക്കിയത് പ്രധാനമായിട്ടും പിണറായിയാണ്. അപ്പം നിങ്ങൾ അടുത്ത ചോദ്യം ഇങ്ങോട്ട് എന്നോട് വേണമെങ്കിൽ ചോദിക്കുക, നിങ്ങളല്ല മുമ്പ് പിണറായി സപ്പോർട്ട് ശരിയാ സപ്പോർട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭൂതത്തിൻ്റെ കയ്യിൽ നിന്ന് അയാൾ കേരളത്തെ രക്ഷപ്പെടുത്തി? നമ്മൾ പറയുന്ന മഹാന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം തന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻസ് അതും കൊണ്ട് നടന്ന് ഈ നാടിനെ മുന്നോട്ട് വെച്ചു. പിണറായി അതൊക്കെ കുറേ മുതലാളിമാർക്ക് അനുകൂലമായ സമീപനം എടുത്തു. കേരളത്തിൽ മുതലാളി എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിരുന്നു. ബാക്കി എല്ലാ സമൂഹത്തിലും മുതലാളിമാരെ പൂജിക്കപ്പെടും. കേരളത്തിൽ മുതലാളി എന്ന് കേട്ടാൽ അന്നാ പടി കിട്ടും. അതനുസരിച്ച് അത് മാറി. അതിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മുടെ പിള്ളേർക്ക് ജോലി ഇല്ലാതെ ഇവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ആളുകൾ വരുന്നില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. അത് ഈ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കി വെച്ചതാണ്. അതിനൊക്കെ മാറ്റം വരുത്താനും ഗവൺമെൻറ് തലത്തിൽ മുമ്പത്തെ കോൺഗ്രസ്സിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ. ഘടകകക്ഷികളും പല ഗ്രൂപ്പുകളും ഭരണം നടക്കാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അതൊക്കെ പിണറായി കുറേ മാറ്റിയിട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പിണറായി ഒരു ബാധ്യതയാണ്. അത് വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബാധ്യത നമുക്ക് ഫീൽ ചെയ്യില്ല. അതിന് വോട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം പിണറായി ഒരു ബാധ്യത തന്നെയാണ്. കാരണം വീണയുടെ പേരിലുള്ള കേസാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വയലൻ്റ് ആയിട്ടുള്ള പ്രസ്താവനകളാണെങ്കിലും ആറ്റിറ്റ്യൂഡാണെങ്കിലും നിയമസഭയിൽ നിന്ന് കളിക്കാൻ ശ്രമിക്കുന്ന നാടകമാണെങ്കിലും ഇതെല്ലാം തന്നെ അപഹാസ്യമാക്കുന്നുണ്ട് പാർട്ടി. മാത്രമല്ല ഈ പാർട്ടി എന്ന് കുതിക്കാൻ ബേബിയൊക്കെ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കടിഞ്ഞാണിടുന്ന ഫീലും ഉണ്ടാക്കുന്നുണ്ട്. തോറ്റു നിൽക്കുമ്പോൾ പിണറായി പാർട്ടിക്ക് ഒരു ബാധ്യതയാണ്, ജയിച്ചു നിൽക്കുമ്പോൾ ഒരു സ്വത്തുമാണ്. PS ആണെങ്കിൽ തോറ്റാലും ജയിച്ചാലും സ്വത്തായിരുന്നു. അച്യുതാനന്ദൻ പാർട്ടിയുടെ ധനമായിരുന്നു. ഇതല്ല, ജയിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് സ്വത്തായി മാറുന്നത്. തോറ്റു നിൽക്കുമ്പോൾ അദ്ദേഹം ബാധ്യതയാണ്. ഇദ്ദേഹം ഒരിക്കലും തോറ്റു നിന്നിട്ടില്ല, അതാണ് കാര്യം. തോൽക്കുമ്പോൾ ഇദ്ദേഹം മാറിക്കളയും, പിന്നെ സൈലന്റ് ആയിരിക്കും. ഇതിപ്പോൾ നിയമസഭ പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ടാണ് ഈ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ പെർഫോം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് വെറുതെയുള്ള ഒരു ചാട്ടമാണെന്ന് ആളുകൾ ഫീൽ ചെയ്യുന്നു. കാരണം ആരോ കാണിക്കാൻ വേണ്ടി ഷോ ഓഫ് മാത്രമാണെന്ന് ഫീൽ ചെയ്യുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന തോന്നുന്നില്ല. പണ്ട് VS ഒക്കെ കയറി ഇരുന്ന് ചില പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്നുള്ള ഫീൽ ഉണ്ടാവുകയാണ് നമുക്ക്. അതായത് VSന്റെ വിജയം. അതല്ലെങ്കിൽ ഈ പറയുന്ന സതീശൻ നടത്തുന്ന സതീശൻ സമഗ്രമായി പഠിച്ചിട്ടാണെന്നുള്ള ഫീൽ ഉണ്ടാവുകയാണ്. ഇത് രണ്ടും വരുന്നില്ല. ഇത് ഈ പറയുന്ന ആളുകളെ പറ്റിക്കുന്ന വെറും തെരുവ് പ്രസംഗം പോലെ തോന്നുന്നു. പിന്നെ ആ പൂതി ഇങ്ങോട്ട് വേണ്ടെന്നൊക്കെയുള്ള സ്ഥിരം സാധനങ്ങൾ. ആ പൂതി അത് സ്വയം പറയേണ്ട കാര്യമാണ്. പൂതി ഇങ്ങോട്ട് വേണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇവർ പറയുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഈ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ പാർട്ടിക്കെതിരെ വിരൽ ചൂണ്ടാൻ ഉള്ള ധാർമ്മികത ഒരു വലതുപക്ഷ മാധ്യമത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ പോലും രഹസ്യമായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. ഇന്നതില്ലാതെ ആ പാർട്ടിയിൽ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം അങ്ങേയറ്റം കറപ്റ്റഡ്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തന്നെ. അതുപോലെ തന്നെ അഴിമതി കേസുകൾ പലതും വന്നു. കുടുംബത്തിനെതിരെ അഴിമതി കേസ് വന്നു. നേതാക്കന്മാരുടെ മക്കൾ പലരും ചോദ്യം ചെയ്യപ്പെടുന്ന ചിലർ ജയിലിലായി. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ്? അതുപോലെ തന്നെ രക്താശി പട്ടിച്ച ആളുകളെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുകയും അത് ചൂണ്ടിക്കാണിച്ച ആളുകളെ പുറത്താക്കുകയും ചെയ്തു. പാർട്ടി അപഹാസ്യമായി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നിങ്ങൾ പണ്ട് ഞങ്ങൾ ഒതുക്കാൻ നടന്നിട്ടുണ്ട് പറഞ്ഞാൽ ആ ഡയലോഗിൽ ഇപ്പോൾ ഒരു കനവും ഇല്ല, ബലൂൺ മാത്രമാണ്. ആ അർത്ഥത്തിൽ അതെല്ലാം നോക്കുമ്പോൾ ദയനീയമാണ് പെർഫോമൻസ്.